ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി പുക്കാട്ടുപടി എന്ന ജംഗ്ഷനിൽ നിന്നും വെറും 2 കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്നൊരു 4 ബെഡ്റൂം ബഡ്ജറ്റ് വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 4 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 1750 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ഏരിയ ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്റർ ദൂരമാണുള്ളത്. ചാർട്ടർ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് 1.5 കിലോമീറ്ററും കൂടാതെ ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന ദൂരം 800 മീറ്ററുമാണ്. 100% റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഒരു കണ്ടംപററി സ്റ്റൈൽ എലിവേഷൻ തന്നെയാണ് വീടിന് നൽകിയിരിക്കുന്നത്. വടക്ക് ഭാഗത്തേക്കാണ് ഈ വീടിൻ്റെ ദർശനം വരുന്നത്. യാതൊരുവിധ പൊല്യൂഷനും ഇല്ലാത്ത നല്ല കാമായിട്ടുള്ളൊരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 4 മീറ്ററോളം വീതിയുള്ള ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച വഴിയാണ് വീടിന് മുന്നിലായി ഉള്ളത്. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയൊരു ഫോൾഡിംഗ് ഗേറ്റുമായിട്ടാണ് ഈ വീടിൻ്റെ ഗേറ്റ് നൽകിയിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്നാൽ നമ്മൾ ആദ്യം കാണുന്നത് ഈ വീട്ടിലെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയാണ്. ഒരു SUV കാർ നമുക്കിവിടെ സുഖമായി പാർക്ക് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ തന്നെ ബൈക്കുകളും മറ്റും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ വീടിൻ്റെ മുന്നിലായി നമുക്ക് ലഭിക്കുന്നുണ്ട്. മുറ്റം മുഴുവനായി തന്നെ കടപ്പകല്ലുകളാണ് വിരിച്ചിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ വർക്ക് ഉടൻ തന്നെ ചെയ്യുന്നതാണ്. 2-3 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന ചെറിയൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. മുഴുവനായി ഗ്രാനൈറ്റിൽ തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മഹാഗണി മരത്തിൽ തീർത്ത നല്ലൊരു മെയിൻ ഡോർ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ ആദ്യം കടന്നുള്ളത് ഈ വീട്ടിലെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വലിയൊരു കോർണർ സെറ്റി നമുക്കിവിടെ സുഖമായി പ്ലേസ് ചെയ്യാവുന്നതാണ്. മൾട്ടിവുഡിൽ തീർത്ത മനോഹരമായൊരു TV യൂണിറ്റും നമുക്കിവിടെ കാണാം. പ്രൊഫൈലേറ്റൊക്കെ കൊടുത്തുകൊണ്ടുള്ള മനോഹരമായൊരു സീലിംഗ് വർക്കും ഇവിടെ നൽകിയിട്ടുണ്ട്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ ഡൈനിങ് ഏരിയയിലേക്കാണ്. 8-10 പേർക്കൊക്കെ സുഖമായിരിക്കാവുന്നത്ര വലിപ്പത്തിലൊരു ഡൈനിങ് ടേബിൾ നമുക്കിവിടെ ഇടാവുന്നതാണ്. ഡൈനിങ് ഏരിയയിൽ നിന്നും ലിവിംഗ് ഏരിയയിൽ നിന്നും ഒന്നുപോലെ തന്നെ TV കാണുന്ന സൗകര്യത്തിൽ തന്നെയാണ് ഇവിടെ TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ നിന്നും കിച്ചണിലേക്ക് പോകുന്ന ഭാഗത്തായി ഒതുങ്ങിമാറി തന്നെയാണ് മനോഹരമായൊരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ടെക്സ്ചർ വർക്കൊക്കെ കൊടുത്ത് ഭംഗിയാക്കി തന്നെയാണ് ഇത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി വീട്ടിലെ കിച്ചണിലേക്കൊന്ന് പോയി നോക്കാം. ഒരു ഡാർക്ക് ബ്ലൂ ആൻഡ് ബീച്ച് കളർ കോമ്പിനേഷനിലാണ് ഇവിടെ കിച്ചൺ കബോർഡ് കൊടുത്തിരിക്കുന്നത്. നാനോ വൈറ്റ് ടൈൽ കൗണ്ടർ ടോപ്പായി കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. വുഡൻ കളറിലുള്ള മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിങ്ങിലായി യൂസ് ചെയ്തിരിക്കുന്നതും. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും ഇവിടെ നൽകിയിട്ടുണ്ട്. കൃത്യമായി കിഴക്ക് ഭാഗത്തേക്ക് ഗ്യാസ് സ്റ്റവ് വെക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ അടുക്കള അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫ്രിഡ്ജ് വെക്കുന്നതിനായിട്ടുള്ളൊരു ഡെഡിക്കേറ്റഡ് സ്പോട്ടും നമുക്കിവിടെ കാണാം. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 11 അടി നീളവും 11 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. ആവശ്യത്തിന് വെന്റിലേഷനും ഇവിടെ നൽകിയിട്ടുണ്ട്. 2 പാളികളുള്ള വലിയൊരു വാർഡ്രോബും ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ വാർഡ്രോബ് നൽകിയിരിക്കുന്നത്. വളരെ ചെറിയൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ റൂമിൽ കാണാം. നമുക്കിനി റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. അല്പം ഫിറ്റിംഗ്സ് വെക്കാനുള്ള വർക്ക് കൂടി ഇവിടെ ബാക്കിയുണ്ട്. സെറാ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കയറി ചെല്ലാം. ഏകദേശം 10 അടി നീളവും 8 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. ഇവിടെയും 3 പാളികളുള്ള ഒരു വാർഡ്രോബ് നൽകിയിരിക്കുന്നത് നമുക്ക് കാണാം. മനോഹരമായി തന്നെ സീലിംഗ് വർക്കുകളും ഈ റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഈ വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ തീർത്തിരിക്കുന്ന ഒരു ഹാൻഡ് റെയിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഈ വീട്ടിലെ അപ്പർ ലിവിംഗ് ഏരിയയാണ്. നല്ലൊരു സീലിംഗ് വർക്കൊക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് അപ്പർ ലിവിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയ ഒന്ന് കണ്ടു നോക്കാം. ഏകദേശം 16 അടിയോളം നീളത്തിലുള്ള വലിയൊരു യൂട്ടിലിറ്റി ഏരിയ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മുഴുവനായി തന്നെ ഷീറ്റ് കൊണ്ട് കവർ ചെയ്താണ് യൂട്ടിലിറ്റി ഏരിയ കൊടുത്തിരിക്കുന്നത്. തുണികളും മറ്റും ഉണക്കുന്നതിനായും നല്ലൊരു സ്റ്റോറേജ് ഏരിയയുമായി ഇത് യൂസ് ചെയ്യാവുന്നതാണ്. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള പോയിന്റും ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കിനി വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 13 അടിയിലധികം നീളമുള്ള വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. 2 പാളികളുള്ള വലിയൊരു വാർഡ്രോബും അതിനോടുകൂടി തന്നെ ഡ്രസ്സിംഗ് ടേബിളും സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവിടെ വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്.
നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. നമ്മളിനി കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ അവസാന ബെഡ്റൂമായ 4ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 11 നീളവും 12 വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. ഇവിടെയും 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. വളരെ മിനിമലിസ്റ്റിക് ആയി തന്നെ നല്ലൊരു സീലിംഗ് വർക്കും ഇവിടെ നൽകിയിട്ടുണ്ട്. ബെഡ്റൂമിന്റെ ഒരു കോർണറിലായി ഭംഗിയാക്കി തന്നെ നല്ലൊരു ഡ്രസ്സിംഗ് ടേബിളും സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇനി നമുക്ക് ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കൊന്ന് കടന്നു ചെല്ലാം. മുഴുവനായി തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ കവർ ചെയ്ത് സേഫ്റ്റിയാക്കി തന്നെയാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഈ വീടിന്റെ ബാൽക്കണി കൊടുത്തിരിക്കുന്നത്. വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി വീടിന്റെ വിലയൊന്ന് നോക്കാം. 4 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1750 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 68 ലക്ഷം രൂപ മാത്രമാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വില്ല ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.